ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ അടുത്തൊരു വ്ളോഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോ വീണ്ടും ഒരു വീക്കെൻഡ് ആയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ക്രാൻബെറി ജാം ഉണ്ടാക്കിയാലോ എന്നുള്ളത്. ആകെയുള്ള ഡിഫറൻസ് പറയുന്നത് നമ്മൾ ഷുഗറിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ജാഗരി ആയിരിക്കും. ജസ്റ്റ് ഒരു ഹെൽത്തി എന്ന രീതിയിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്കിവിടെ കാണുന്ന പോലെ ക്രാൻബെറി ആണ് ഉള്ളത്. ഇവിടെ എത്ര കാണുന്ന പോലെ. അപ്പൊ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 680 ഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ കാണാം. പിന്നെ ഈ ക്രാൻബെറി എന്ന് പറയുന്നത് ഫ്രഷ് ക്രാൻബെറി ആണ്. നമ്മൾ ഫ്രോസൺ ആയിട്ടൊന്നും അല്ല, ജസ്റ്റ് ഫ്രഷ് ക്രാൻബെറി നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എടുക്കുന്നതാണ് നമ്മൾ ജാഗരി എന്ന് പറയുന്നത്. അപ്പൊ ജാഗരി ഇതിന്റെ ഒരുവിധം പകുതി, അതായത് ഒരു 300 ഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. 300 ഗ്രാം ആണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ഒരു ഓറഞ്ച് ഉണ്ട്. ആ ഒരു ഓറഞ്ച് നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ അതിന്റെ ജ്യൂസ് ഉപയോഗിക്കും. അപ്പൊ ഇതിന്റെ ജ്യൂസ് എത്ര ഉപയോഗിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ അതിന് ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 60 മില്ലി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജ്യൂസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ അതേ സെയിം അളവിൽ 60 ml നമ്മൾ വെള്ളം എടുക്കും. അപ്പൊ അത്രയുള്ള സിമ്പിൾ ഇൻഗ്രീഡിയന്റ് ആണ്. ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം സക്സസ്ഫുൾ ആവുമ്പോൾ ഫീൽ ആവുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മളിവിടെ ഓറഞ്ചിന്റെ സെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഓറഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളിവിടെ അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഓറഞ്ച് അത് നമ്മൾ ജ്യൂസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ജ്യൂസും കൂടെ കാണാം. ഇത് 60 ml ആണ് ജ്യൂസ് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യമായിട്ട് നമ്മളിവിടെ പോട്ട് എടുത്ത് വെച്ചു. ഇതിനകത്ത് നമ്മൾ ക്രാൻബെറി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് സ്റ്റൗ ഒന്ന് ഓൺ ആക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 ml വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇങ്ങനെ കാണാം. ഇതിങ്ങനെ പൊട്ടിയിട്ട് കണ്ടിട്ട് വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഇത് മാഷ് ആകും കുറച്ച് കഴിയുമ്പോൾ. 8 to 10 minutes left. നമ്മള് ഇതിങ്ങനെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ജസ്റ്റ് നമ്മുടെ മാഷ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടോണ്ട് ഇതായി വരുമ്പോൾ മാഷ് പോലെ ആയി. ഇനി കുറച്ച് മൊത്തത്തിൽ കൂടെ ആയി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ജാഗരി ഇടാം. അതിനകത്തേക്ക് നമുക്ക് എടുത്തിടാം. ഓറഞ്ച് ജ്യൂസും സെസ്റ്റും ആണ് അതിന്റെ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നമ്മൾ ആദ്യം ഒഴിക്കുന്നു. ഓക്കെ, പിന്നെ അപ്പം തന്നെ അതിന്റെ സെസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് എടുത്തിടുന്നു. കുറച്ച് കണത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. കുറെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് അതിങ്ങനെ ആയി മൊത്തത്തിൽ മിക്സ്ഡ് ആയിട്ട് വരണം. ഇനി നല്ലപോലെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ആ കൺസിസ്റ്റൻസി വരുന്നത്. ജാം പരുവത്തിലാണ് കാണുന്നത്. നമ്മളിത് ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ അതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ജാം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി നമ്മളിങ്ങനെ ഇളക്കുന്നു. അപ്പൊ ഇതിനകത്ത് കണ്ട അങ്ങനെ ഒരു കൺസിസ്റ്റൻസി അത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഒന്നുകൂടി ഒന്ന്. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇത് നമ്മൾ കുറച്ചു നേരം കൂൾ ഡൗൺ ചെയ്യാൻ വെക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കയ്പ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് ജാഗരി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ സിന്നമണോ വാനില എക്സ്ട്രാക്റ്റോ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടോ അല്ലെ പിയറോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള അതും ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ സ്വീറ്റ്നെസ് കൂട്ടാവുന്നതാണ്.
അതായത് നമുക്കിവിടെ കാണാം ഇങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാൻ ഇത്തിരി കട്ടിയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇതിപ്പോൾ ഓൾറെഡി കൂൾ ഡൗൺ ആയി. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാനാണ് ഇവിടെ ജാർ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജാം ഇപ്പൊ തന്നെ നമ്മൾ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് കാണാം. നമ്മള് നോർമൽ ഒരു ജാം പരുവത്തിലാണ് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ജാറിലൊക്കെ ആക്കി. ഇനി അടുത്തതാണ് മെയിൻ കാര്യം. നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ള ഈ റെസിപ്പി. നല്ല സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ഓറഞ്ചിന്റെ സെസ്റ്റും ജ്യൂസ് ഒഴിച്ചിട്ടുള്ളതിൽ കുറച്ചുകൂടി ഓറഞ്ച് ചെറിയ ടേസ്റ്റ് അതിനകത്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്താ പറയുക, ഓറഞ്ചിന്റെ ചേർത്തില്ലെങ്കിൽ ആക്ച്വൽ ഒതന്റിക് ആയിട്ടുള്ള ഒരു ക്രാൻബെറിയുടെ ടേസ്റ്റ് അതിനകത്തേക്ക് വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമുക്കിത് ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് പോലെ അങ്ങനെ. അപ്പൊ നമുക്ക് ഇനി ഇത് ഇങ്ങനെ ശരിക്കും അടച്ചു. ഇനി നമ്മൾ ഇത് ഇത്ര ഉള്ളതിന്റെ പേര് എല്ലാവരും ആലോചിക്കുന്നുള്ളത് എത്ര നാള് ഇരിക്കുന്നുള്ളത്. അപ്പൊ ഒരു 3 to 4 weeks നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അപ്പൊ നമ്മളിവിടെ ജാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ എന്താ പറയാ സമയത്തിന്റെ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ക്രാൻബെറിയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്ന സമയത്ത് നമ്മളൊരു 8 to 10 minutes ആണ് നമ്മളതിങ്ങനെ ക്രാൻബെറി ഇങ്ങനെ ബേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ മറ്റേ ജാഗരിയും പിന്നെ അതേപോലെ തന്നെ ഓറഞ്ചിന്റെ സെസ്റ്റും ജ്യൂസൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ വീണ്ടും ഒരു 15-20 minutes ആണ് അത് നമ്മൾ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിലപ്പോ 15-20 പ്ലസ് ഒരു 8 minutes ആണ് എടുത്തേക്കണത്. അപ്പൊ മൊത്തത്തിൽ ഒരു 20-25 minutes ആണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയം. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജാഗരി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ശർക്കര. അപ്പൊ അത് ഒത്തന്റിക് ആയിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാമിന്റെ ടേസ്റ്റ് വരണമെന്നില്ല. ജാമിന്റെ അതായത് ശരിക്കുള്ള ക്രാൻബെറി നമ്മൾ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഇത് ജാഗരി അതിന്റെ പേരിൽ അതിന്റെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതൊരു ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. പ്രത്യേകിച്ച് കിഡ്സിനൊക്കെ അവർക്കറിയാലോ ജാമും മധുരമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഈ ഷുഗർ ഇത്ര അധികം ഉപയോഗിക്കുന്നതിന് പകരം ജാഗരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽത്തിയർ ആണ്. അപ്പോൾ വീണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും വീണ്ടും ഒരു താങ്ക് യു. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ഫ്രം us.